ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വൃദ്ധസദനങ്ങളിൽ ആരെങ്കിലും കൊണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം സർക്കിളിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ വേണം. അപ്പോൾ ആ ലെറ്റർ മേടിക്കാനായിട്ടാണ് ഞങ്ങളൊന്ന് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാവപ്പെട്ട ആൾക്കാർ, ആരോഗ്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് വൃദ്ധസദനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. വൃദ്ധസദനം നെന്മാറിൽ തന്നെ ഉണ്ട് 2-3 ഒരു പുതിയത് തുടങ്ങാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുഴൽമന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ആരെങ്കിലും പരിചയമുള്ള ആൾക്കാർ, വീടില്ലാത്തവരോ വയസ്സായവരുണ്ടെങ്കിൽ അപ്പോൾ തൊട്ടടുത്തുള്ള വൃദ്ധസദനങ്ങളിൽ പോവുക. അവിടെ ബെഡ് ഒഴിവുണ്ടോ നോക്കുക. നോക്കിയതിന് ശേഷം സ്ഥലം സർക്കിളിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കേട്ടോ. ആൾക്കാർക്ക് നമ്മളൊരു ഹെൽപ്പ് ആരുമില്ലാത്ത ആൾക്കാർക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ പിന്നെ എല്ലാവരും ഒന്ന് ഹെൽപ്പ് മേടിച്ച് ചെയ്യുക, അത്ര തന്നെ. അതുപോലെ മിണ്ടാപ്രാണികളോടും അതുപോലെ നല്ല കരുണ കാണിക്കുക. കൊറോണ വന്നപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ബാധിക്കുന്നതെന്ന്, എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ അനുഭവിച്ചതെന്ന് അറിഞ്ഞില്ലേ. അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക. തമ്മിൽ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. പിള്ളേർ കളിക്കുന്നുണ്ടോ? ഭയങ്കര ഒന്ന് നല്ല മോഡിലാണ് പിള്ളേർ കളിക്കാനെന്ന്. നീ ചിരിക്കൊന്നും വേണ്ട. ഞാനും മിന്നും കൂടെ ആകത്തൂര് പോവാണ്. നേരത്തേക്ക് ഒരു ഫയലെടുത്താ എന്തേ സീറ്റ് പറ്റത് അന്ന് 1000 പോയില്ലേ? അല്ല അത്ര പോയില്ലല്ലോ. അല്ല അന്ന് പൈസ കൊടുത്താ? അല്ല ഓൺലൈൻ പേയ്മെന്റ് ചെയ്തില്ല അന്ന്. ഞങ്ങള് പൈസ ഇല്ല പറഞ്ഞു. പോലീസുകാർ തടുത്തപ്പോ ഞങ്ങള് പറഞ്ഞു കയ്യില് പൈസ ഇല്ല സാറ് പറഞ്ഞു. ഒന്നും മിണ്ടാണ്ട് വരണ്ട, ഇവള് പൈസ ഇല്ല സ്റ്റേഷനിൽ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഇവള് എത്തിക്കാന്ന് ഇവള് എന്ത് പറഞ്ഞറിയാം? ഗൂഗിൾ പേ ഉണ്ടോ ചോദിച്ചു. ഞാൻ ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്ത ടൈമായിരുന്നു. ഗൂഗിൾ പേ ഉണ്ടോ ചോദിച്ചു. അപ്പൊ പിന്നെന്താ ഗൂഗിൾ പേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സാറ് വേറെ ആരുടെ നമ്പർ തന്നു. എന്നിട്ട് അതിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കുരുത്തം കെട്ടത്. അപ്പൊ പറയണ്ട പൈസ ഇല്ല, ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് കെട്ടാന്ന് പറയണ്ട. മിന്നു ഇനി പറഞ്ഞിട്ട് അങ്ങനെ സൈക്കിൾ എവിടേക്കാ വരുന്നു വീരത്. അപ്പൊ അങ്ങനെ 500 പോയി. അമ്മയല്ലേ കൊടുക്കണത്. പക്ഷെ എനിക്ക് കൂടി അവകാശപ്പെട്ട പൈസ. പിന്നൊരു കാര്യം കേട്ടോ, തടുക്കുന്നത് പല കാരണത്തിൽ തടുക്കും. പിന്നെ അവരുടെ കയ്യിൽ പെടാതെ സ്റ്റേഷൻ ചെലവുകള്, പിന്നെ അവർക്ക് മുകളിൽ നിന്ന് വരുന്ന ടാർഗറ്റുകള്, അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക്. പിന്നെ അല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും നമ്മൾ പറയണില്ല. നിർബന്ധ പിരിവുകളൊന്നും ഞങ്ങളുടെ ഇവിടെ ഈ ഭാഗത്തില്ല. നമ്മളിപ്പോ പോകുന്ന പാലം അതിന്റെ പൊളിഞ്ഞത് കാണിച്ചു. എന്താ മഹാത്ഭുതം ആലത്തൂർ മഹാത്ഭുതത്തിൽ പോയിട്ട് ഞങ്ങൾ മിണ്ടാണ്ട് വന്നു. കാരണം അവിടെ ഇരിക്കുന്നതിന് ഒന്നിനും ബോധമില്ല. കാരണം അവിടെ അത്രയും വിലക്കുറവുള്ള സാധനങ്ങളൊക്കെ അവര് വിലക്കൂട്ടി പറയാ, ഒന്നിനും എഴുതിയിട്ടില്ല. അയാൾ പള്ളിക്ക് പോയിരിക്കുക. ലാസ്റ്റ് ഞങ്ങള് ഒരു ബിരിയാണിയൊക്കെ, അടിപൊളി ബിരിയാണി കേട്ടോ. ആലത്തൂർ നല്ലൊരു റാവത്തർ ബിരിയാണി നന്നായിട്ടുണ്ട്, നല്ല ബിരിയാണി. തടിയുറയ്ക്കലിന്റെ ഭാഗമായിട്ട് ഭാഗമായി തമിഴ്നാടൻ ബിരിയാണിയാ. മുട്ടയുണ്ടായില്ലേ? ബിരിയാണിയിൽ മുട്ടയില്ലാന്ന്. അതാണ് കുക്കുവാണ്. അത്ര എണ്ണ ഇട്ടു അല്ലേ? മതിയാ. വായിക്കൊരു ഒഴിവില്ല അല്ലേ? ആ ചേച്ചി എന്നെ പറഞ്ഞേണ്ട. ഞാനേ എന്റെ ഫ്രണ്ടിന്റെ വഴി വെച്ച് കണ്ടേ, ഞാൻ ഇത് കഴിക്കായിരുന്നു. അപ്പൊ പറയാനെടുത്ത് വായിക്ക ഒരു ഒഴിവില്ല അല്ലേ അല്ല. അപ്പൊ പിന്നെ ആ വാക്ക് മിന്നു ഇട്ട് കൊടുത്തതാ. അതന്നെ അച്ചക്കനെ കൊണ്ട് കുത്താതെ
പോയി വണ്ടി ബൈക്ക് വെട്ടിച്ചാണ് ഞാൻ എന്ത് പറയും മാറിക്കോ വണ്ടിന്റെ ഹോണ് കംപ്ലൈന്റ് ആണ്. പിള്ളേരെ മാറിക്കോ. സ്കൂൾ വാനാണ് മിന്നു. ഹോൺ അടിക്കടി. ഹോണില്ല അല്ലേ? പിള്ളേരെ മാറേ. ടീച്ചർമാര് ഭാര്യമാര് ടീച്ചർമാരല്ലേ, അവരുടെ വണ്ടികളാണിതൊക്കെ. ഭർത്താവ് ഉദ്യോഗം അവരെ വിളിക്കാൻ വരുന്ന വണ്ടികളാണിത്. ഭർത്താക്കന്മാര് വന്ന് കാവലിരിക്കും, ഭാര്യമാര് കോളേജ് വിട്ടിട്ട് ഇറങ്ങട്ടെ പറഞ്ഞിട്ട്. എന്താ അല്ലേ? നീ എന്താ പഠിക്കാൻ പോണ്? എന്താ പഠിക്കാൻ ഈ ലോകത്തുള്ള പഠിക്കണം. ഏതെങ്കിലും ഒന്ന് പഠിക്കും. പക്ഷെ എല്ലാം നമ്മൾ എന്ത് പഠിക്കാനും ജനറൽ നോളജ് വരും. എന്താണ് ഇപ്പൊ ഈ സീസാറ്റ് മറ്റേ ഇതില്ലേ, ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ എല്ലാം വരും. ഇപ്പൊ മാത്സ്, GK അതെല്ലാം. ഇതിപ്പോ നെറ്റിനാണെങ്കിലും നെറ്റിനില്ല, എല്ലാത്തിനും മമ്മൂട്ടി പറഞ്ഞ പോലെ എല്ലാം കൂടെ വേണ്ട, ഏതെങ്കിലും ഒന്ന് പഠിക്കും. ഒന്നില്ലെങ്കിൽ MA പഠിക്കണം, അല്ലെങ്കിൽ അത്ര പ്രശ്നം. അതൊന്ന് ഇവൾക്ക് കാനഡയിൽ പോയിട്ട് MBA എടുക്കണമായിരുന്നു വലിയ ആഗ്രഹം. എനിക്ക് ആദ്യം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെന്നായിരുന്നു നല്ല ആഗ്രഹം. പിന്നെ അതിന്റെ എന്തൊക്കെയൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അത് വേണ്ടാന്ന് വെപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ BA ഇംഗ്ലീഷ് എടുത്തു. എന്താ അമ്മന്റെ 791 വയസ്സ് എഴുതി വെച്ചിരിക്കുന്നത്? ആ സാധനം കാറിന്റെ മേലെ വീണതാവും. കാറിന്റെ മേലെയല്ല, നീ അതിൽക്കൂടെ കുത്താതെ. കുത്തില്ല, ഞാൻ ഞാൻ വരയ്ക്കും കാറും കൊണ്ട്. ഞാൻ 2 കൈയും വിട്ട് ഓട്ടിക്കും. വരയ്ക്കാൻ പറയരുത്, അതെനിക്കറിയില്ല. വരയ്ക്കാൻ എനിക്ക് അറിയത്തില്ല. വണ്ടികളുടെ 2 കൈയും വിട്ട് ഓട്ടിക്കാതെ, അല്ല 1 കൈ വിട്ട് ഓട്ടിക്കാതെ 2 കൈ കൊണ്ട് പിടിച്ചോട്ടിക്ക. ഞാൻ ചിലപ്പോ 2 കൈയും വിട്ട് ഓട്ടിക്കും. 2 വീലറല്ല വീഴാൻ, എവിടെയെങ്കിലും കുത്തോളൂ. ഞാൻ കാറും കൊണ്ട് ഞാൻ വരയ്ക്കും. മാത്രം വരയ്ക്കില്ല. വരയ്ക്കേണ്ട ഒരു ഇതെത്തിയിട്ടില്ല, അത് എന്റെ ഏട്ടൻ പറഞ്ഞത്. എന്നുള്ളതാണ് എച്ച് ഇപ്പൊ ഇടുന്നത്. എന്നുള്ളതാണ് എന്ത് ചെയ്യും? എച്ചൊക്കെ എന്തിനാണ് വരണം? ഇനി മുതൽ വരണം. എനിക്ക് ലൈസൻസ് കിട്ടിയില്ല, ഇനി മുതൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി വരല്ലേ എച്ച് പോയി.